മിനിമം വേതനമടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെതിരെ കണ്ണൂർ കൊയിലി ആശുപത്രിയിൽ നഴ്സുമാരുടെ പ്രതിഷേധം. CK വിജയനാണ് വിവരങ്ങളുമായുള്ളത്. വിജയൻ, നഴ്സുമാരുടെ പ്രതിഷേധം ഇപ്പോൾ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ മിനിമം വേതനമടക്കമുള്ള ആവശ്യങ്ങൾ, അപ്പോൾ മിനിമം വേതനം പോലും ഈ ആശുപത്രി ഇല്ല എന്നതാണോ? ആശുപത്രി മാനേജ്മെന്റ് പറയുന്നത് എന്താണ് സമരത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? രതീഷ്, കഴിഞ്ഞ 60 ദിവസമായി കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ സമരത്തിലായിരുന്നു. ഗവൺമെന്റ് പ്രഖ്യാപിച്ച വേതനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. ഈ മഴയിലും വെയിലുമെല്ലാമായി അവർ ഇത്രയും ദിവസം സമരത്തിൽ ഏർപ്പെട്ടു. പലതവണ ചർച്ച നടത്തി. ഏറ്റവും അവസാനം ഇന്നലെ വൈകുന്നേരം നടന്ന കളക്ടറുമായി ഇടപെട്ട് നടത്തിയ ചർച്ചയിൽ 5 മാനേജ്മെന്റുകൾ ഈ നഴ്സുമാരുടെ ആവശ്യം പ്രാഥമികമായി അംഗീകരിക്കുകയും അവരുടെ വേതന വർധന ഉൾപ്പെടെ നടപ്പാക്കാം എന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അപ്പോഴും ഈ കൊയിലി ആശുപത്രി അതിൽ നിന്ന് വിട്ടുനിന്നു. അതിൽ പ്രതിഷേധിച്ച് ഇന്നലെ വൈകുന്നേരം മുതൽ നഴ്സുമാർ കൊയിലി ആശുപത്രിക്ക് മുന്നിൽ സമരം തുടർന്നു വരികയായിരുന്നു. ഇന്നും ആ സമരം തുടർന്നു. ഇതിനിടയിൽ അവർ OP ഉപരോധം ഉൾപ്പെടെയുള്ള കുറച്ചുകൂടി കടുത്ത സമര നടപടികളുമായി മുന്നോട്ട് പോയി. അപ്പോഴാണ് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഗംഗാധരൻ ഇവരുടെ മുന്നിലേക്ക് വരികയും നഴ്സുമാരോട് വളരെ മോശമായി പെരുമാറുകയും ചെയ്തിട്ടുള്ളത്. അതേ തുടർന്ന് കാണുന്നതാണ് ഈ ദൃശ്യങ്ങളിലെ ഉന്തും തള്ളും സംഘർഷാവസ്ഥയും എല്ലാം തന്നെ. പോലീസ് എത്തി ഡോക്ടർ ഗംഗാധരന് സുരക്ഷ നൽകുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. സമരം ഇപ്പോഴും തുടരുകയാണ്. കൊയിലി ആശുപത്രി അധികൃതർ മാത്രമാണ് ഇപ്പോൾ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഇരിക്കുന്നത്. ശരി, കൊയിലി ആശുപത്രിക്കെതിരെയാണ് പ്രതിഷേധം തുടരുന്നത്. നഴ്സുമാരുടെ സമരം തുടരുകയാണ്. CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.